നമസ്കാരം, വിവേകയാണ്. ഞാനിപ്പോൾ കുളത്തൂപ്പുഴ വരെ പോയിട്ട് വരുന്ന വഴിയാണ്. ഇവിടെ ഈ ഏഴംകുളം കഴിഞ്ഞ് 11-ാം മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ട്. ഇവിടെ ഒരു കൊച്ചു കടയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ആളുകളൊക്കെ എന്തോ വാങ്ങാനുള്ള നല്ല തിരക്കിലാണ്. എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും കടയുടമ നല്ല തിരക്കിലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം കേട്ടോ. അതുപോലെ തന്നെ ഈ കടയുടെ ഈ മുകൾ ഭാഗത്ത് കുറേ ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് ചോദിക്കാം. എന്തായാലും ഈ കച്ചവടം ചെയ്യുന്ന സുന്ദരി കുട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, എന്തോ ഉണ്ട്? ഇതെന്തോ ഇതൊക്കെ? സോപ്പാ. ഇത് എവിടെ ഉണ്ടാക്കുന്നത് മോളെ? ആഹാ, ഇവിടെ അടുത്ത് തന്നെ? കൊല്ലത്താ? എന്താ പേരെന്താ മോളുടെ? വൈഗ എം എസ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ? 3. ഇപ്പൊ 3-ലായോ? അടുത്ത 3-ലോട്ടാവോ അല്ലയോ? അപ്പൊ അതിന്റെ കൂടെയാണോ ഈ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നത്? കൊള്ളാമല്ലോ. ഇത് ഈ കാണുന്നൊക്കെ എന്തോ പറവിരിക്കുന്നതൊക്കെ എന്തുവാ? ഇത് ഞാൻ ഓരോ മത്സരത്തിനൊക്കെ പോയി വാങ്ങിച്ച ട്രോഫികളാ. പിന്നെ 12 ട്രോഫി. ഇതൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഇത് ഇതൊക്കെ ഞാൻ ഏഴംകുളം സ്കൂളിൽ നിന്ന് ഓരോന്ന് പഠിച്ചൊക്കെ വാങ്ങിച്ചതാ. ആണോ? 1-ാം ക്ലാസ്സിൽ എനിക്ക് ട്രോഫിയൊക്കെ 1-ാം ക്ലാസ്സിൽ എന്റെ പ്രിയ ടീച്ചർ എനിക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചതൊക്കെ എന്റെ പ്രിയ ടീച്ചറായിരുന്നു. പിന്നെ 2-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ബിജി ടീച്ചറും ബിന്ദു ടീച്ചറും പ്രിയ ടീച്ചറും പിന്നെ ലീന ടീച്ചറും എന്റെ എല്ലാ ടീച്ചർമാരും എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പേടിക്കാൻ. ആണല്ലേ? എന്തിനാ കിട്ടിയതാ? പ്രധാനമായിട്ട് ഏതിനൊക്കെ കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ? ഇത് ഈ ഒരു മൊമെന്റ് കിട്ടിയിരിക്കുന്നത് അത് കഥാകഥനത്തിനാ. പിന്നെ ട്രോഫികളെല്ലാം എനിക്ക് ഓരോ പാട്ടിനും ഡാൻസിനൊക്കെയാ. പിന്നെ ഇവിടുന്ന് എനിക്ക് എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയിട്ട് എന്നെ സബ് ജില്ലയിൽ കൊണ്ടുപോയായിരുന്നു. ആണോ? അത്ര പേരൊക്കെ പോയി. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടയ്ക്ക് ഇത്രയും ട്രോഫികളും മൊമെന്റോസും കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു മിടുക്കി ഇവിടെ ഉണ്ടെന്നുള്ള ഇവിടെ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നല്ലോ. പിന്നെ എന്റെ സ്കൂളിലെ HM രാധാകൃഷ്ണൻ സാറ്, ആ സ്കൂളില് എനിക്ക് പ്രത്യേകം ബുക്കൊക്കെ ആ സാർ തന്ന് ഓരോന്ന് എന്നെ പഠിപ്പിച്ച ആ സാറും എന്റെ ടീച്ചർമാരൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ ട്രോഫിയൊക്കെ മേടിക്കാനും പഠിക്കാനും ഒക്കെ. ആണല്ലേ? പാട്ടൊക്കെ പാടുവോ? എന്നാ ഒരു പാട്ട് പാടി തരാവോ? പഠിക്കൂ. പിന്നെന്ത് ഇഷ്ടമുള്ള പാട്ട് പഠിക്കോ? നീല നിലവേ നിലവിലഴകേ താരമറികെ വിരിയും ചിരിയേ പാറിയുയരാൻ ചിറകിലലയായി തോന്നലുയരും മനസ്സും വെറുതെ താനെ മാറിയ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പുഞ്ചിരികളിൽ നിതാ തുവൽ പോലെ കട്ടിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനെ തൊട്ടു. മ്യൂസിക് ഉൾപ്പെടെ അങ്ങ് പാടുവാ തോന്നുന്നു. വെക്കേഷൻ ആയിട്ടാണോ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? അമ്മയെ ഹെൽപ്പ് ചെയ്യണോ? അച്ഛൻ എവിടെ? അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി. അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നേ? തിരുവനന്തപുരത്താ? പട്ടാളത്തിനാണോ? ആഹാ, അപ്പൊ പട്ടാളക്കാരന്റെ മോളല്ലയോ? ആഹാ, പഠിക്കാന്നല്ലോ. പിന്നെ പഠിച്ച് വലുതായിട്ട് ആരാവണമെന്ന് ആഗ്രഹം? പട്ടാളം. അച്ഛന്റെ കൂടെ ജോലി സ്ഥലത്ത് അവിടെ പോയി നിന്നിട്ടുണ്ടോ? വെക്കേഷന് ഞാൻ അച്ഛന്റെ കൂടെ അവിടെ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെ പോയിട്ട്? അവിടെ പോയി കണ്ടിട്ടാണോ പട്ടാളത്തിൽ ചേരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്? കൊള്ളാമല്ലയോ? പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. പാട്ട് പഠിക്കാൻ പോണമെന്നൊക്കെ ഉണ്ടെന്നറിയോ? ഇല്ലയോ? ഇഷ്ടമൊക്കെ. പിന്നെ ഡാൻസ് പഠിക്കാൻ പോണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛനടുത്ത് പറഞ്ഞ അച്ഛൻ വിടത്തില്ലയോ? അച്ഛനടുത്ത് പറഞ്ഞ അച്ഛൻ വിടുമായിരിക്കുമല്ലോ. അച്ഛൻ പറഞ്ഞ് നോക്കാന്ന് വ്യത്യാസമല്ലേ. ആ സ്കൂളിൽ തന്നെ ഡാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഫുള്ള് ഞാനാ. ആണല്ലേ? അന്നേരം അച്ഛൻ വരുമ്പോൾ പറയണം കേട്ടോ, ഡാൻസിനൊക്കെ വിടാൻ പറയണം കേട്ടോ.
അച്ഛൻ്റെ അടുത്ത് പറയും. ഏ അച്ഛൻ നോക്കാന്ന് പറയും. അന്നേരം എന്തായാലും അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഡാൻസ് പഠിക്കാനെ കൊണ്ടൊക്കെ പോകണം. നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തോ അപ്പോൾ ഒന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ എന്റെ ഈ മൊമെന്റാ കിട്ടിയത് എനിക്ക് കഥാകഥനത്തിനാണ്. ആ കഥയൊന്ന് ഞാൻ പറയാം. ഓക്കെ, അതൊന്ന് പറഞ്ഞേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കിളിപ്പുള്ളിക്കര ഗ്രാമത്തിൽ ഒരു കൊച്ചു വീട്ടിൽ അന്നും പതിപോലെ കുട്ടികൾ വന്നു. എന്തിനാണെന്നോ മുത്തശ്ശി പറഞ്ഞു തരുന്നേ കഥ കേൾക്കാൻ. അപ്പോഴാണ് പടവികൃതിയായ ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ അടുത്തെത്തി. മുത്തശ്ശി മുത്തശ്ശി, അമ്മ എന്നെ തല്ലി, അമ്മ ചീത്തയാ. മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ ആശപിച്ചുകൊണ്ട് കഥ പറയാൻ തുടങ്ങി. പണ്ട് പണ്ട് പാറക്കെട്ടിന് മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിയെ പോകുന്നവരെയെല്ലാം വഴിതെറ്റിച്ച് കൊണ്ടുപോയി പഞ്ചയ്ക്കുകയായിരുന്നു അവന്റെ പതിവ്. ഒരു ദിവസം ഒരു നമ്പൂതിരി മിഷ്ടാന ഭക്ഷണവും കഴിച്ച് വരികയായിരുന്നു. അപ്പോഴതാ ആ പൂമരച്ചോട്ടില് സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. നമ്പൂതിരി സ്ത്രീയോടൊപ്പം മലമുകളിൽ പോയി. പിന്നെ ആരും ആ നമ്പൂതിരിയെ കണ്ടിട്ടില്ല. ആ ഇടയ്ക്കാണ് കുന്നിൻ ചെരുവിലെ നങ്ങീലയുടെ മകൻ എഴുത്തു പഠിക്കാൻ പോയത്. നല്ല തങ്കപ്പോലുള്ള കുട്ടി. ഭൂതത്തിന്റെ ഒരാശ, ഈ കുട്ടിയെ എനിക്ക് വളർത്തണം. ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതെ അങ്ങേലി അന്വേഷിച്ചു നടന്നു. അപ്പോഴതാ അതുവഴി വന്ന ചാത്തനോട് അങ്ങേലി ചോദിച്ചു, ചാത്ത ചാത്ത, എന്റെ കുഞ്ഞിനെ വഴിയിലെങ്ങാനും വെച്ച് കണ്ടു ചാത്ത. ചാത്തൻ പറഞ്ഞു, ഓതമ്പുരാട്ടി മലമുകളിൽ കളിക്കുന്നത് കണ്ടു, കൂടെ ഒരു കൊച്ചു തമ്പുരാട്ടിയും. കുന്നിൻ ചെരുവിലെ ഭൂതമാണ് തന്റെ ഉണ്ണിയെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള സത്യം നങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. നങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിന്റെ അടുത്ത് ഓടിപ്പാഞ്ഞെത്തി. അല്ലയോ ഭൂതമേ, എനിക്കെന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ. ഉണ്ണിയുടെ അമ്മ എത്തിയെന്നറിഞ്ഞപ്പോൾ ഭൂതം എന്തു ചെയ്തെന്നോ, ഒരു കൊടുങ്കാറ്റായി വന്ന് അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ നങ്ങേലി പതറിയില്ല. പെട്ടെന്ന് പല മായാജാലങ്ങളും കാട്ടി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരടി പോലും പിന്നോട്ട് വെക്കാൻ അമ്മ തയ്യാറായില്ല. അവസാനം ഭൂതം പറഞ്ഞു, നിന്റെ 2 കണ്ണുകളും എനിക്ക് ചൂർന്നെടുത്ത് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. അമ്മ തന്നെ 2 കണ്ണുകളും ചൂർന്നെടുത്ത് ഭൂതത്തിന് നൽകി. ഭൂതത്തിന്റെ സൂത്രം കണ്ടോ, അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ. ഭൂതം ഒരു തെറ്റിപ്പൂ പറിച്ച് മന്ത്രം ജപിച്ച് മറ്റൊരുണ്ണിയെ നിർമ്മിച്ച് അമ്മയ്ക്ക് നൽകി. അമ്മ തന്റെ ഉണ്ണിയെ തലോടി. പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലാന്ന്. അമ്മ പറഞ്ഞു, പെറ്റ വയറിനെ ചതിക്കുന്ന ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞ് ശപിക്കാൻ തുടങ്ങി. ഒരു പെറ്റമ്മയുടെ ശാപം തനിക്ക് താങ്ങാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ 2 കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു നൽകി. ഉണ്ണിയെ പിരിയാനുള്ള ഭൂതത്തിന്റെ വിഷമം മനസ്സിലാക്കിയ അമ്മ വർഷത്തിലൊരിക്കൽ ഉണ്ണിയെ കാണാൻ ഭൂതത്തിന് അനുവാദം നൽകി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് മനസ്സിലായത് അമ്മമാർ നമ്മളെ തല്ലും ശകാരിക്കും, അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. അമ്മയോട് സ്നേഹം മക്കൾക്കുണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം മേലോട്ടെന്നല്ല ചൊല്ല്. നന്ദി, നമസ്കാരം. കൊള്ളാം, അടിപൊളി. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനെ കൊണ്ടൊരു അവസരം തന്നു കഴിഞ്ഞാൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഓക്കെ, അപ്പൊ അച്ഛൻ സമ്മതിക്കുമായിരിക്കും. അച്ഛൻ ഭയങ്കര സപ്പോർട്ടല്ലേ അച്ഛൻ അമ്മയൊക്കെ? എന്തിനും അവരെന്തെങ്കിലും സപ്പോർട്ട് ആണെങ്കിൽ ഞാൻ എന്തിനും ഉണ്ട്. ഓക്കെ ആണല്ലേ. ഇനി വേറെ ഏതൊരു പാട്ട് പാടാവോ? പരമ പവിത്രമതാമേ മണ്ണ് ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ, ഇലയും ഇതളും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ. തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സ് വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. അപ്പോൾ ഈ 2ാം ക്ലാസ് വരെയുള്ള ട്രോഫികളൊക്കെയാണ് ഇരിക്കുന്നതല്ലേ? കൊള്ളാം.
അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈഗ എന്ന ഈ കൊച്ചു മിടുക്കിയുടെ വാർത്തകളും വിശേഷങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടതും കേട്ടതുമൊക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ നിന്നും നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഈ മോൾ എത്രത്തോളം ടാലൻറ്റഡ് ആണ് എന്നുള്ള കാര്യം. എന്തായാലും ഈ മോളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യം നമ്മൾ പ്രേക്ഷകരുടെ കൂടെയാണ്. കാര്യം അത്രത്തോളം ടാലൻറ്റഡ് ആണ് ഈ കുട്ടി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ 2ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് വാങ്ങിയ ഈ ട്രോഫിയും മൊമെൻറ്റോസും ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഈ മോളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരണം. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാര്യം കമൻറ്റ് ചെയ്യാതിരിക്കില്ല കേട്ടോ. കാരണം കമൻറ്റ് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ പരമാവധി എത്തേണ്ട ആളുകളിലേക്ക് എത്തത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഏഴംകുളത്ത് നിന്ന് വളരെ താമസിക്കാതെ ഒരു സെലിബ്രിറ്റിയെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതിനുവേണ്ടി നമുക്കൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടി മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. റിപ്പോർട്ടർ BVK, ചാനൽ V, അഞ്ചൽ.